ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ ചെയ്യാൻ എന്താ വേണ്ടത്? ജനപിന്തുണയും ആശയങ്ങളും മാത്രം മതിയോ? പോരാ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ പറയുന്നത്. പണം തന്നെയാണ് മെയിൻ. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ സ്വയം പ്രഖ്യാപിക്കുന്ന BJPയുടെ ഇന്നത്തെ ആസ്തി 12,171 കോടി രൂപയാണ്. കേൾക്കുമ്പോൾ അത്ഭുതമൊക്കെ തോന്നാം. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കോൺഗ്രസിനേക്കാൾ 15 ഇരട്ടിയിലധികം സമ്പത്താണ് ഒരു 46 വയസ്സുള്ള BJPക്കുള്ളത്. ഇലക്ട്രൽ വോട്ടുകൾ സുപ്രീം കോടതി നിരോധിച്ചു. പക്ഷെ BJPയുടെ ഖജനാവിൽ ഇപ്പോഴും നിറയുകയാണ്. എങ്ങനെയാണ് ഭരണകക്ഷിയിലേക്ക് മാത്രം രാജ്യത്തെ പൊളിറ്റിക്കൽ ഫണ്ടിന്റെ 82% ഒഴുകുന്നത്? നമുക്ക് നോക്കാം. എല്ലാ വർഷവും രാഷ്ട്രീയ പാർട്ടികൾ അതാത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന് ഫയൽ ചെയ്യാറുണ്ട്. ഈ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്തിയിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. BJP 12,171 കോടി, കോൺഗ്രസ് 839 കോടി, CPIM 782 കോടി എന്നിങ്ങനെയാണ് 2025 റിപ്പോർട്ട് പ്രകാരം പാർട്ടികളുടെ ആസ്തി. ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആസ്തി കൂട്ടിവെച്ചാലും BJPയുടെ ആസ്തിയുടെ 5 പോലും വരില്ല. മോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 നിന്ന് 2025 എത്തുമ്പോൾ BJPയിലെ ആസ്തിയിലുണ്ടാവുന്ന വളർച്ച 900%. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 20 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഭരണപക്ഷ പാർട്ടികൾക്കൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയും ആസ്തി കൂടിയിട്ടുള്ളതായി കാണാം. 2002 മുതൽ 2014 വരെയുള്ള 12 വർഷത്തിൽ കോൺഗ്രസിന്റെ ആസ്തിയിലുണ്ടായ വർധന 14 ഇരട്ടിയാണ്. ഇതിൽ 10 വർഷവും കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UPA സർക്കാരാണ് രാജ്യം ഭരിച്ചത്. പ്രതിപക്ഷത്ത് BJP. പ്രതിപക്ഷത്താണ് എന്ന് കരുതി BJPയുടെ ആസ്തി കൂടാതിരുന്നിട്ടില്ല. ഇക്കാലത്ത് 859%, അതായത് 9 ഇരട്ടിയോളം ആസ്തി വളർച്ചയാണ് BJP കൈവരിച്ചത്. പക്ഷേ 2014 ശേഷം കോൺഗ്രസ് പ്രതിപക്ഷത്തായപ്പോൾ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഈ തുല്യതയ്ക്ക് മാറി മറിഞ്ഞു. ഈ കാലത്ത് കോൺഗ്രസിന്റെ സ്വത്ത് വളർച്ച 9% ഒതുങ്ങി. അതായത് BJP പ്രതിപക്ഷത്തായപ്പോൾ ആസ്തി 859% വളർന്നുവെങ്കിൽ കോൺഗ്രസിനുണ്ടായ വളർച്ച 9.3% മാത്രമാണ്. കോൺഗ്രസ് പ്രതിപക്ഷത്തായപ്പോൾ സ്രോതസ്സുകൾ വറ്റിപ്പോയി. UPA ഭരണകാലത്ത് ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് 60-40 അനുപാതത്തിൽ വ്യവസായികൾ ഫണ്ട് നൽകിയിരുന്നതായി കോൺഗ്രസ് MPമാർ തന്നെ പറയുന്നു. കോൺഗ്രസ് MP അജയ് മാക്കൻ രാജ്യസഭയിൽ പറഞ്ഞത് വെച്ച് ഇന്ന് ഈ അനുപാതം 90-10 എന്നോ 95-5 എന്നൊക്കെയായി മാറിയിരിക്കുന്നു. അതായത് 90-95% ഭരണകക്ഷിക്കും 5-10 പ്രതിപക്ഷത്തിനും. വ്യവസായികൾ ED പോലുള്ള കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഭയന്നാണ് കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ഫണ്ട് നൽകാത്തതെന്നും മാക്കൻ ആരോപിക്കുന്നുണ്ട്. BJPക്ക് ഈ പണമല്ല എവിടെ നിന്ന് വരുന്നു? ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിനായി കൊണ്ടുവന്ന ഇലക്ട്രൽ ട്രസ്റ്റ്, ഇലക്ട്രൽ ബോണ്ട് എന്നീ നിയമങ്ങൾ വഴി വൻകിട കോർപ്പറേറ്റുകൾ നൽകിയ പണമാണ് ഭൂരിപക്ഷവും. ഇതിൽ ഇലക്ട്രൽ ബോണ്ടുകൾ 2017 മോദി സർക്കാർ കൊണ്ടുവന്നതാണ്. ഈ നിയമത്തിന് കീഴിൽ ആർക്ക് വേണമെങ്കിലും SBIയിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങി ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാം. സംഭാവനയെ പറ്റിയുള്ള യാതൊരു വിവരവും പുറം ലോകം അറിയുകയുമില്ല. ആരാണ് പണം നൽകുന്നതെന്ന് പുറം ലോകം അറിയാത്ത ഈ സംവിധാനം ഭരണഘടന വിരുദ്ധമാണെന്ന് പറഞ്ഞ് 2024 സുപ്രീം കോടതി നിരോധിച്ചിരുന്നു. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെ നിന്നാണ് പണം വരുന്നതെന്ന് അറിയേണ്ടതുണ്ട് എന്നാണ് വിധിയുടെ ഭാഗമായി അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കണക്കുകൾ പുറത്തു വന്നപ്പോൾ BJPയുടെ സാമ്പത്തിക വളർച്ചയാണ് ഇലക്ട്രൽ ബോണ്ടുകളിൽ കണ്ടത്. ആകെ വിറ്റ ബോണ്ടുകളുടെ 51%, അതായത് 8,251 കോടി രൂപയും BJPയിലേക്കാണ് പോയത്. കോൺഗ്രസിന് കിട്ടിയതോ ഇതിന്റെ 4 മാത്രം. മേഘ എഞ്ചിനീയറിംഗ്, ആഗോള ഖനന വ്യവസായികളായ വേദാന്ത, ഭാരതി എയർടെൽ എന്നീ വമ്പൻ കമ്പനികളായിരുന്നു BJPക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയത്. ബോണ്ട് നിരോധിച്ചെങ്കിലും ഇലക്ട്രൽ ട്രസ്റ്റുകൾ ഇപ്പോഴും സജീവമാണ്. 2013 രണ്ടാം UPA സർക്കാരിന്റെ കാലത്താണ് ഈ നിയമം കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ട് കാലത്തിന് മുൻപും പിൻപും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിന്റെ പ്രധാന വഴി ഇലക്ട്രൽ ട്രസ്റ്റുകളാണ്. ഈ നിയമത്തിൽ സെൻട്രൽ ബോർഡ് ഫോർ ഡയറക്ട് ടാക്സിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഏതൊരു ട്രസ്റ്റിനും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാം. പണം വാങ്ങിയവരുടെയും നൽകിയവരുടെയും മുഴുവൻ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പരസ്യപ്പെടുത്തുകയും ചെയ്യും. 2024-25 കാലത്ത് ട്രസ്റ്റുകൾ വഴി വിതരണം ചെയ്ത പണത്തിന്റെ 82% BJPക്ക് തന്നെയാണ് ലഭിച്ചത്. ഇവിടെയാണ് രാജ്യം ക്രോണി ക്യാപിറ്റലിസം അഥവാ ചങ്ങാത്ത മുതലാളിത്തത്തിലേക്ക് എന്ന് പഠനങ്ങൾ ആരോപിക്കുന്നത്. നമുക്ക് 2 ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന്, ഭാരതി എയർടെൽ.
2020 മുതൽ കേന്ദ്ര സർക്കാർ സാറ്റലൈറ്റ് സ്പെക്ട്രം ലേലമില്ലാതെ അനുവദിക്കാൻ നിയമം ഭേദഗതി ചെയ്തിരുന്നു. പിന്നാലെ രാജ്യത്ത് സാറ്റലൈറ്റ് സ്പെക്ട്രം സ്ഥാപിക്കാനുള്ള അനുമതി വൺ വെബ് ഇന്ത്യ എന്ന കമ്പനി സ്വന്തമാക്കി. ഈ കമ്പനിയുടെ പ്രധാന ഓഹരി ഉടമയോ BJPയുടെ പ്രധാന ഫണ്ടറായ ഭാരതി എയർടെൽ തന്നെ. ഓൺലൈൻ മാധ്യമ സ്ഥാപനമായ സ്ക്രോൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിയമം മാറ്റുന്നതിന് മുൻപും ശേഷവുമായി എയർടെൽ BJPക്ക് നൽകിയത് 150 കോടി രൂപയാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം, അത് ടാറ്റ ഗ്രൂപ്പിനെ പറ്റിയാണ്. 44,000 കോടി രൂപയുടെ സർക്കാർ സബ്സിഡിയോടെ രാജ്യത്ത് 2 സെമി കണ്ടക്ടർ യൂണിറ്റുകൾ തുടങ്ങാനുള്ള അനുമതി ടാറ്റ ഗ്രൂപ്പ് നേടിയിരുന്നു. ഈ അനുമതി നേടിയതിന് തൊട്ടു പിന്നാലെ വിവിധ ട്രസ്റ്റുകൾ വഴി 757 കോടി രൂപയാണ് ടാറ്റ BJPക്ക് നൽകിയത്. ഈ പണമൊക്കെ എങ്ങനെയാണ് ഇലക്ഷനെ ബാധിക്കുന്നത്? ലോക്സഭയിലേക്ക് ഉൾപ്പെടെ 2024 മാത്രം നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകൾക്കായി BJP ചെലവിട്ടത് 1494 കോടി രൂപയാണ്. ഇത് മൊത്തം രാഷ്ട്രീയ പാർട്ടികൾ ചെലവാക്കിയ തുകയുടെ പകുതിയോളം വരും. ഇലക്ഷൻ കമ്മീഷന് നൽകിയ ഔദ്യോഗിക കണക്കുകൾ മാത്രമാണിതെന്നും ഓർക്കുക. പണമില്ലാത്ത പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള പ്രചാരണം സാധ്യമല്ല. പണമൊഴുക്കിയുള്ള കണ്ണം ജപിക്കുന്ന പ്രചാരണങ്ങൾക്ക് മുൻതൂക്കം കിട്ടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് ജനശ്രദ്ധ കിട്ടാതെ പോകുന്നുവെന്ന് അന്താരാഷ്ട്ര പഠനങ്ങൾ പറയുന്നു. കാനഡ, ഫിൻലൻഡ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ ലോകത്തെ 49% രാജ്യങ്ങളും രാഷ്ട്രീയ ഫണ്ടിങ്ങിന് കൃത്യമായ പരിധി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇതൊരു അൺലിമിറ്റഡ് കളിയായി മാറുകയാണ്. കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ അസംബ്ലി ഇലക്ഷനിലേക്ക് നീങ്ങുകയാണ്. പണമൊഴുക്കി വോട്ടിനെ സ്വാധീനിക്കുന്ന ഈ പ്രവണത തുടർന്നാൽ സാധാരണക്കാരുടെ ശബ്ദം പാർലമെന്റിലും അസംബ്ലികളിലും കേൾക്കാതാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഓരോ രൂപയും വെറും ഒരു സംഭാവനയ്ക്കുപരി അത് രാജ്യത്തിന്റെ നയങ്ങളെ സ്വാധീനിക്കുന്ന നിക്ഷേപമായി മാറിയിരിക്കുന്നു. ഇതിൽ സുതാര്യത ഉറപ്പാക്കേണ്ടത് രാജ്യത്തെ ഓരോ പൗരന്റെയും ആവശ്യമാണ്.